നമസ്കാരം. സിന്ധു നദി ജലകരാർ വ്യവസ്ഥകളിൽ ചർച്ചയാകാമെന്ന നിലപാട് വ്യക്തമാക്കി പാകിസ്ഥാൻ ഇപ്പോൾ രംഗത്തെത്തുകയാണ്. ഇന്ത്യക്കുള്ള എതിർപ്പും ചർച്ചയിൽ ഉന്നയിക്കാമെന്ന് പാകിസ്ഥാൻ തന്നെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ വഴിക്കുക എന്ന് പറഞ്ഞു തുടങ്ങി ഇപ്പോൾ ഇന്ത്യക്കാർ. പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യ വരച്ച വഴിയിലൂടെ നടന്നു വരികയാണെന്നും അത് നല്ലതിനാണെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇതാദ്യമായാണ് കരാർ വ്യവസ്ഥകളിൽ ചർച്ചയാകാമെന്ന് പാകിസ്ഥാൻ അങ്ങ് സമ്മതിക്കുന്നത് എന്ന് പറയണം. കരാർ മരവിപ്പിച്ചത് ചോദ്യം ചെയ്തുള്ള കത്തിലാണ് പാകിസ്ഥാന്റെ നിർദ്ദേശമെന്നാണ് സൂചനകളിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം. രക്തവും വെള്ളവും ഒരുമിച്ചൊഴിക്കാൻ കഴിയില്ലെന്ന് ശക്തമായ നിലപാട് നരേന്ദ്രമോദി സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. നരേന്ദ്രമോദി ഇത് അവരെ അറിയിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ഇന്ത്യൻ വഴിയെ തന്നെ എത്തുന്നത് ഇതിനുശേഷമാണെന്നാണ് പറയപ്പെടുന്നത്. കരാർ പുതുക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം നേരത്തെ പാകിസ്ഥാൻ അംഗീകരിച്ചില്ല എന്നതാണ് സത്യം. പഹൽഗാം ആക്രമണത്തിൽ പിന്നാലെ ഇന്ത്യ സിന്ധു നദി ജലകരാർ മരവിപ്പിക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. ഇത് പുനഃപരിശോധിക്കണമെന്നാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ആവശ്യം. സിന്ധു നദി ജലകരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലമന്ത്രാലയം കേന്ദ്രത്തിനാണ് ആദ്യം കത്തയച്ചത്. നദീജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട 1960 ലോക ബാങ്കിന്റെ മധ്യസ്ഥയിൽ രൂപവത്കരിച്ച കരാറിൽ നിന്ന് ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ പിന്മാറിയത്. ഇന്ത്യക്ക് അതിനുള്ള അവകാശമുണ്ട്. ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാൻ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് പാക് ജലമന്ത്രാലയം തന്നെ പറഞ്ഞു. അവിടെ വരണ്ടു തുടങ്ങിയെന്നും കൊച്ചുകുട്ടികൾക്കുൾപ്പെടെ വെള്ളം വേണമെന്നും പറഞ്ഞാണ് ഇന്ത്യയുടെ കാലവർ പിടിക്കാൻ തയ്യാറാകുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന് അയച്ച കത്തിൽ പറയുന്നതാണിത്. കരാർ പ്രകാരം സത്ലജ്, ബിയാസ്, രവി എന്നീ കിഴക്കൻ നദികളിൽ ജലം ഇന്ത്യക്കും സിന്ധു, ധടം, ജിനാബ് എന്നീ പടിഞ്ഞാറൻ നദികളിൽ ജലം പാകിസ്ഥാനും ഉപയോഗിക്കാം. എന്നാൽ ഭീകരാക്രമണത്തിന് പിന്നാലെ ഘട്ടം ഘട്ടമായി പാകിസ്ഥാനുള്ള നീരൊഴുക്ക് പൂർണ്ണമായും തടയുമെന്നാണ് ജൽശക്തി മന്ത്രി CR പാട്ടീൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പട്ടേലിന്റെ വാക്കുകളിലൂടെ ഇത് വ്യക്തമാണ്. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ നദീജല കരാർ സ്വീകരിച്ച നിലപാടിൽ മാറ്റമില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തു. സിന്ധു നദി ജല കരാർ അതിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത് പോലെ നന്മയും സൗഹൃദവും കരുതിയുള്ളതാണ്. നന്മയും സൗഹൃദവും എവിടെ നഷ്ടപ്പെടുന്നു അപ്പോൾ സിന്ധു നദി ജലകരാർ അവിടെ നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പല ദശകങ്ങളായി അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പാകിസ്ഥാൻ ഈ തത്വങ്ങളിൽ നിന്ന് ഏറെ അകലെയാണ്. കുറേയധികം ക്ഷമിച്ചതിന് ശേഷമാണ് ഇന്ത്യ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞ വാക്കുകളാണിത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രക്തവും ജലവും ഒരുമിച്ചൊഴുകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയെന്നും പറയുന്നുണ്ട്. ക്യാബിനറ്റ് സുരക്ഷാ കമ്മിറ്റി സിന്ധു നദി ജല കരാർ മരവിപ്പിക്കുന്നതുമായി അറിയിച്ചിട്ടുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഒരുക്കിയ അതിർത്തിയിലെ വൻ സേനാ സന്നാഹം ഉടനെ പിൻവലിക്കില്ല എന്നും പറഞ്ഞു. വെടിനിർത്തൽ കരാർ ഏത് സമയം വേണമെങ്കിലും പാകിസ്ഥാൻ ലംഘിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ ഒരു പ്രധാന കാര്യം ഉണ്ടാക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിലെ തുടർച്ചകളും നിർണായകമാണ്. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്ന അത്തരത്തിലുള്ള ഏത് നീക്കവും യുദ്ധമായി കണക്കാക്കുമെന്ന് ഇന്ത്യ നേരത്തെ നിലപാടെടുത്തിരുന്നു. ഇന്ത്യൻ സൈനിക സമ്മർദ്ദം ശക്തമായി തന്നെ തുടരുമെന്ന അഭിപ്രായം പ്രതിരോധ രംഗത്ത് വിദഗ്ധർ ഉൾപ്പെടെ പങ്കുവയ്ക്കുന്നുമുണ്ട്. സൈനിക ഡയറക്ടർ ജനറൽമാർ തന്നെ തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ കാണിക്കുന്ന വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാകും ഇന്ത്യയുടെ തുടർ നടപടികളൊക്കെ ഉണ്ടാവുക എന്നും അറിയിച്ചിട്ടുണ്ട്. സിന്ധു നദി ജലകരാർ ഒക്കെ തന്നെ പഴയതുപോലെ വരണമെങ്കിൽ പാകിസ്ഥാൻ അടങ്ങിയേ മതിയാകൂ എന്ന് ഇന്ത്യ ഒരേ നിർബന്ധം പിടിച്ചു കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന് വ്യോമസേനയും വ്യക്തമാക്കി. ഇന്ത്യ തീവ്രവാദത്തിനെ കാണുന്നവരെ വിട്ടുതരണമെന്നും ആവശ്യം മുൻപോട്ട് വയ്ക്കുകയും ചെയ്യുമെന്നുമാണ് നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ.